അമ്മ എന്നാ ചോദിച്ചേന്ന് അമ്മ എന്നാ ചോദിച്ചേന്ന് ഒന്നും കൂടെ ചോദിക്കാൻ തിരിഞ്ഞില്ലെന്ന് അതിന്. ഇതൊക്കെ നമ്മൾ എത്രയെണ്ണം ഉണ്ട്, അതൊക്കെ നമ്മളൊക്കെ ആലോചിച്ചെടുക്കാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, അതുകൊണ്ട് അമ്മ ചോദിച്ച് മനസ്സിലാക്ക്. അത് നമ്മൾ ഈ പ്രായത്തിലുള്ളത് നമ്മൾക്ക് പറ്റിയരാത്തല്ല നമ്മൾ ഉപേക്ഷിക്കുക. ഇതിനെ ഉപേക്ഷിക്കുവാണോ? അതിനെന്താ ഇതിനൊക്കെ എപ്പോഴും കണ്ടോണ്ടിരിക്കാൻ പറ്റും. അല്ല, അമ്മ ഏതാണ്ട് ചോദിക്കാൻ വേണ്ടി വന്നല്ലോ, അത് ചോദിച്ചേ. അല്ല, അത് ആരാന്ന് ചോദിക്കാൻ വേണ്ടി വന്നതല്ലേ? പേരെന്നാന്ന് ചോദിച്ചേ? എന്നാലും ഒന്ന് ചോദിച്ചേ, പേരെന്നാന്ന് ചോദിച്ചേ, എന്നാലും അറിയാമല്ലോ. ഒന്ന് ചോദിക്ക, പേരറിയണ്ടല്ലോ, ചുമ്മാ നമ്മുടെ വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റുമോ? ഒന്ന് ചോദിക്കേ. പേരോ? പേരറിയത്തില്ലേ? പേരറിയത്തില്ലേ? ആരാ? പേരറിയത്തില്ലേ? എനിക്ക് അറിയത്തില്ല. അറിയത്തില്ലാത്തോണ്ടല്ലേ ചോദിച്ചത്. ആണോ? അത് കൊള്ളാലോ. എന്നാ പേര്? ജോമോൻ. ജോമോനോ? അങ്ങനെയാണ് സ്ഥിരം വിളിക്കണേ. അങ്ങനെ സ്ഥിരം വിളിക്കണേ. വീട്ടിൽ വിളിക്കണേ. വീട്ടിലും പുറത്തും ഒക്കെ അങ്ങനെയാ വിളിക്കുന്നത്. അമ്മയ്ക്ക് അറിയാവോ ഇതിനെ? ഇല്ലേ? ജനലെല്ലാം തുറന്നിട്ടേക്കാം. ജനല് തുറന്നിട്ട് കാറ്റും വെളിച്ചം ഒക്കെ കയറണ്ടേ? അമ്മയ്ക്കെല്ലാം അടച്ചു മൂടി കെട്ടി വെച്ചാ മതി, ജീവികൾ വരൂന്ന് പറഞ്ഞു. അവിടെ നിക്കേ, പോവാൻ വരട്ടെ. ഇനി എന്തെങ്കിലും ഇത്ര നേരം ഓടി നടക്കുവായിരുന്നു. മേലെ എന്നാ മേലെ അഴിയുള്ളേ, എന്നിട്ടാണ് ഈ ഓടി നടക്കണത്. മേലാത്തവര് ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യണം. പോകാം. പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ സമയം 1 മണിയാകുന്നു. ഇല്ല, 12 മണി. അപ്പം ഇവിടെ മഴയില്ല, പക്ഷേ ഇങ്ങനെ ഒരു മൂടി കിട്ടി നിൽക്കുന്നു. ഇടയ്ക്ക് ഭയങ്കരമായിട്ട് വെയിൽ തെളിയുന്നു. ഇങ്ങനെ ഒരു കണ്ടീഷൻ നിൽക്കണം. അപ്പം ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോൾ പിന്നെ മഴയും ചിലപ്പം കുടുങ്ങില്ലെന്നോർത്ത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ കുറച്ച് പോത നിൽപ്പുണ്ട്. പോതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊന്നും മനസ്സിലാക്കിയാലെന്ന് തോന്നുന്നു. എന്നാലും പുല്ല് അത് നമ്മൾ കാണിക്കാം. എന്നാലും ആദ്യമൊക്കെ കണ്ടുകൊണ്ടിരുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. അവർ പ്രത്യേകം നേരത്തെ തന്നെ പറഞ്ഞു തന്നിരിക്കുന്നുണ്ട്. നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന പുല്ല് കണ്ടിട്ടില്ലേ? അതാണ്. അല്ല, അതെല്ലാവർക്കും അറിയത്തില്ലല്ലോ, കുറച്ച് പേർക്ക്. അപ്പോൾ അത് അവൻ പശുവൊക്കെ ഉണ്ടായിരുന്ന 2 പശുവൊക്കെ ഉണ്ടായിരുന്നാണ് പുള്ളി പരിപാടിയൊക്കെ നിർത്തി. കാരണം മടുപ്പാണെന്നേ, പുറത്തൊക്കെ ഒന്നും ഇറങ്ങാൻ പറ്റിയില്ലല്ലോ, സ്വാതന്ത്ര്യമില്ലല്ലോ. അപ്പോൾ നമുക്കിവിടെ കുഞ്ഞിപ്പശുവുണ്ട്, കിടാവുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി പുല്ല് അവൻ പറഞ്ഞതൊന്ന് വെട്ടിക്കോളാൻ പറയും. ഇച്ചിരി പാടാണ് വെട്ടാൻ, പാടത്താണ്, പള്ളയിലും കയറി കിടക്കുവാണ്. അപ്പോൾ ഒരു ട്രിപ്പ് ഞങ്ങൾ പോയി വെട്ടിയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഒന്നും കൂടെ വെട്ടാൻ പോകണം. അതിനിടയ്ക്ക് ഞാൻ ബൈക്കിൽ നിന്നൊന്ന് മറിഞ്ഞു വീണു, ഒരു ചെള്ളക്കകത്ത് വീണ് അവിടെ തന്നെ മറിഞ്ഞു വീണു. എന്നിട്ട് മുട്ടയിൽ ഇച്ചിരി തൊലിയൊക്കെ പോയി. അങ്ങനെ അതിൻ്റെ ഇതിലും കൂടിയാണ്. എന്നാൽ പിന്നെ അങ്ങ് പോയി വെട്ടിയേക്കാന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ വെട്ടാൻ പോണ ഭാഗമൊക്കെ ഒന്ന് കാണിക്കാം. അത് ഓമലക്കരയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ് അവിടെ കാണിക്കാൻ പോണ ഭാഗം. അമ്മയില്ലെന്ന് പറഞ്ഞ് വീഡിയോ കാണാതിരിക്കല്ലേ. ഞങ്ങളുടെ ഒരു ഉപജീവന മാർഗമാണേ ഈ പശു പരിപാലനം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിപ്പം നമ്മളൊരു ഫാമിലി വ്ളോഗ് പോലെയാണ്. അപ്പോൾ അമ്മയുടെ തന്നെ എപ്പോഴും കാണിച്ചുകൊണ്ടിരുന്ന എല്ലാവരും കാണുന്നില്ല. നിങ്ങളിപ്പം വീഡിയോയുടെ ഇത് വ്യൂവേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ വീഡിയോ, ചില വീഡിയോകൾ ആൾക്കാർ കാണുമ്പോൾ അത് പഴയ സംഭവം തന്നെയാണെന്നുള്ള രീതിയിൽ തന്നെ ആ അമ്മച്ചി അവിടെ ഇരുന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയുന്നു. പക്ഷേ അമ്മയുടെ വീഡിയോകൾ ഓരോന്നും വ്യത്യസ്തമാണ്. ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഞങ്ങൾ ഇന്നലെ ഇട്ട വീഡിയോ തടി കഴിഞ്ഞ ദിവസമായിട്ട് ഒരു വീഡിയോ തന്നെ ജാക്കും അമ്മയും ജാക്കും ആ വീഡിയോ ഒക്കെ ഭയങ്കര രസമുള്ള ഒരു വീഡിയോ ആണ്. അമ്മ ഓരോ തവണ പറയുമ്പോഴും കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ സ്ഥിരം വാക്കുകളുണ്ട്, ബാക്കിയൊക്കെ പറയുന്നത് വ്യത്യസ്തമായിട്ടാണ്. അത് കുറച്ച് പേര് കരുതുന്നത് അത് ഒരേ കാര്യങ്ങൾ തന്നെയാണ് വീടിനകത്തിരിക്കുന്നതുകൊണ്ട്. ശരിക്കും അമ്മയുടെ സ്പീച്ച് കേൾക്കാനുള്ളവർക്ക് വേണ്ടിയുള്ള വീഡിയോകളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. ഇപ്പോൾ അമ്മേനെ കൊണ്ട് നമുക്ക് മരത്തെ കയറാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് ദൂരേക്ക് കൊണ്ടുപോകാനും പറ്റത്തില്ല. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഫാമിലി വ്ളോഗും കൂടെ ചിലർ പറയും അമ്മേനെ മാത്രം കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ചെയ്യുന്നത് ഫാമിലി വ്ളോഗായിട്ട് തന്നെയാണ്. കാരണം ഞങ്ങളും അതിനകത്ത് പെട്ട ആൾക്കാരാണല്ലോ. ഈ അമ്മേനെ നോക്കുന്ന ഞങ്ങളെല്ലാവരും ഇതിനകത്ത് വന്ന ആൾക്കാരാണ്. ഇപ്പോൾ ചേട്ടനാണേലും പെങ്ങളാണേലും ചേട്ടന്മാരാണേലും ഒക്കെ എല്ലാവരും ഇതിനകത്ത് ഇൻക്ലൂഡ്സ് ആണ്. അപ്പം അവരെല്ലാവരും ഉൾപ്പെടുത്തിയുള്ള സംഭവങ്ങളാണ് ഞങ്ങൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ കൂടുതൽ ഞങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ അമ്മേനെ തന്നെ കാണിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് അത് ബോറിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് എങ്ങനെയാണ്, പിന്നെ വ്യൂവേഴ്സൊക്കെ വളരെ കുറവാണ്. നമ്മുടെ ഭാഗങ്ങൾ, വീടിനകത്തുള്ള ഭാഗങ്ങൾ പ്രത്യേകിച്ച് കാണിക്കുമ്പോൾ എല്ലാം ആൾക്കാർ, കാഴ്ചക്കാർ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നതിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നത്. ഇത് കാണിക്കുന്നത് മുഴുവനും അമ്മ എപ്പോഴും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയണമെന്നുള്ള തോന്നലുകൊണ്ടാണ്. പക്ഷേ അത് ശരിയല്ല. നിങ്ങൾ ആ വീഡിയോകൾ കണ്ടു നോക്കണം.
ഓരോ വീഡിയോകൾ കാണാം. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വീട്ടിൽ സ്ഥിരമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോകൾ ആണ് ആൾക്കാർ ഞങ്ങള് തന്നെ പൊട്ടിച്ചിരിച്ചു പോകുന്നുണ്ട് ആ വീഡിയോ കണ്ടിട്ട്. ആ വീഡിയോകൾ ആരും തന്നെ അധികം കാണുന്നില്ലെന്നുള്ളതാണ് രസം. കാരണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകൾ നമ്മുടെ അവിടെ ജീവിക്കുന്നത് നമുക്കറിയാലോ ഓരോ കാര്യങ്ങളും, നമ്മളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഫുൾ കാര്യങ്ങൾ അറിയാവുന്ന ഞാൻ കാണാം. പക്ഷെ ആ വീഡിയോകൾ ആൾക്കാർ കൂടുതൽ കാണാത്തത്, അങ്ങനെയുള്ള വീഡിയോകളാണ് കൂടുതലും കാണാത്തത്. അല്ലാതെയുള്ള വീഡിയോകൾ കൂടുതൽ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഭാഗങ്ങൾ നമ്മുടെ പുല്ലുവട്ടം പോണൊക്കെയാണ്, അതൊക്കെ ഒന്ന് കാണാം. അതൊക്കെ എല്ലാവരും നിങ്ങൾക്കൊക്കെ ഒത്തിരി കുറേ ആൾക്കാർക്ക് അനുഭവം ഉണ്ടായിരിക്കുമല്ലോ. പശു വളർത്തിയിട്ടുള്ളവരും മക്കളെ പരിപാലിച്ചു വിട്ടവരും ഒക്കെ ആയിട്ടുള്ള എല്ലാവർക്കും ആടും പശുവൊക്കെ വളർത്തിയവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു നൊസ്റ്റാൾജിയും കൂടെ ആയിക്കോട്ടെ എന്നോർത്താണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്കൊക്കെ ഒന്ന് കാണിക്കാം. ഞാൻ ബൈക്കിൽ നിന്നൊന്ന് സ്കിഡ് ചെയ്ത് വീണെന്ന് പറഞ്ഞാൽ ഒരു ചപ്പാത്തുണ്ടായിരുന്നു. ചപ്പാത്തിൻ്റെ മുകളിലായിട്ട് ഈ വെള്ളം ഒഴുകി കിടന്നതിൻ്റെ കുറച്ച് ചെളി ഉണ്ടായിരുന്നു. ഈ ചെളിയിലോട്ട് വീലങ്ങ് കയറി പെട്ടെന്ന് അങ്ങോട്ട് സ്ലിപ്പായിട്ട് പെട്ടെന്ന് അവിടെ തന്നെ അങ്ങ് മറിഞ്ഞു വീണു. പക്ഷേ ഗുരുത്തത്തിന് ഏറ്റവും കൂടുതൽ കുറഞ്ഞ പരിക്ക് ഇത്തവണയാണ് കിട്ടിയിരിക്കുന്നത്. അതാ മുട്ടയിലെ ഒരു തൊലി ഇച്ചിരി കൂടുതലായിട്ട് ചേന്തി പോയിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ മെയിനായിട്ടുള്ളൊരു പരിക്കുള്ളൂ. വെളുപ്പിനെ വീവിനെ കൊണ്ടാക്കിയിട്ട് ഏറ്റുമാനൂർ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വന്ന വഴിക്ക് വഴി വലിയ തിരക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇച്ചിരി സ്പീഡ് ഉണ്ടായിരുന്നു. ഇവിടെ ഒന്ന് പശുവിനെ കറക്കണമായിരുന്നു. അവളെ 6 മണിയായപ്പോൾ കൊണ്ടിട്ടിട്ട് അറിയാൻ ഇവിടെ കുഞ്ഞിനെ കറക്കാനുള്ളതുകൊണ്ട് വിട്ടടിച്ച് പോകുന്നതാണ്. പക്ഷേ ചപ്പാത്തിൻ്റെ ഒഴിവായി പോകുന്നതാണ്. പക്ഷേ ഒഴിവായി പോകുന്നിടത്ത് ഈ ചെള്ള കിടന്നത്, ചിലയിലോട്ട് ശ്രദ്ധിച്ചില്ല. അതിനകത്തോട്ട് വീലി കയറി ഇതേ പുറത്തോന്നും പറഞ്ഞ് അവിടെ വീണു. വേറെ മഴക്കൂട്ടൊക്കെ ഇട്ടിരുന്നതുകൊണ്ട് വേറെ ഭാഗത്തൊന്നും പറ്റിയില്ല. കയ്യിൽ ഇച്ചിരി വിരലിൻ്റെ അവിടെയായിട്ടൊക്കെ ഇച്ചിരി തൊലി പോയതേ ഉള്ളൂ. പിന്നെ പറ്റിയത് ഈ മുട്ടിനാണ്. അത് മിക്കവാറും സാറിന് ആ ബൈക്കിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ഇത് കൂടുതൽ എനിക്ക് പറ്റുന്നതായിരുന്നു മുട്ടിലൊക്കെ. പക്ഷേ ഇത് കുരുത്തത്തിന് ശകലേ പോയുള്ളൂ. തൊലി പോയെന്ന് പറഞ്ഞാൽ ഇച്ചിരി കട്ടിക്ക് പോയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് മുട്ടിനൊക്കെ പരിക്ക് പറ്റി കഴിഞ്ഞാൽ പിന്നെ പറയാനല്ലോ, നമുക്ക് അറിയാലോ. നമുക്ക് നിൽക്കാനും നടക്കാനും പിടിക്കാനും എല്ലാം പാടാണ്. പിന്നെ അത് ഉണങ്ങി വരാൻ ഭയങ്കര താമസമാണ്. സാറിന് ഈ ടാറയിൽ ഒരിഞ്ഞ് തൊലി പോയി കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ ഭയങ്കര താമസമാണ്. അത് അവിടെ നീരും വെച്ച് അത് വെള്ളം ഒലിച്ച് ഇങ്ങനെ നിന്നിട്ട് കുറച്ച് പതുക്കെ ഉണങ്ങത്തുള്ളൂ. അത് ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ പോലും അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. പിന്നെ ആശുപത്രിയിലൊന്നും പോയില്ലോ കേട്ടോ, തന്നെ സ്വയം ചികിത്സയാ. അല്ല, അതിന് ആശുപത്രി പോകേണ്ട കാര്യമൊന്നുമില്ല. കാരണം അതിന് മാത്രമുള്ള സംഭവമൊന്നുമില്ല. അതുകൊണ്ട് അത് ആശുപത്രി പോകാഞ്ഞത്. അമ്മ അവിടെ വന്ന് നോക്കിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അമ്മ എന്തൊക്കെ പറഞ്ഞിട്ട് പോയി. നമ്മളിവിടെ വണ്ടിക്കകത്തിരിക്കുന്നുണ്ട്, നമ്മൾ കേട്ടില്ല. അല്ല, കഥ തുറന്നാൽ ഇവിടെ പുറത്തപ്പുണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടിന് പ്രത്യേകം നന്ദി പറയുകയാണ്. നിങ്ങളുടെ കമൻറ്റുകളും സപ്പോർട്ടുകളും ഒക്കെയാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. പിന്നെ എല്ലാവരും കഴിവതും എല്ലാ വീഡിയോകളും തന്നെയൊക്കെ കാണാൻ ശ്രമിക്കുക. ഇതിനകത്ത് നമ്മൾ മോശമായിട്ടുള്ള വീഡിയോകളൊന്നും ഇടുന്നില്ല. അമ്മയായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വീഡിയോകളൊക്കെ തന്നെയാണ് ഇടുന്നത്. പിന്നെ ഈ പശുവിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോമോള് പുറത്ത് പോകുന്നില്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ജോലിക്ക് പോയാൽ നമുക്ക് 10 പൈസ വരുമാനം കിട്ടും. ഇപ്പം അമ്മയുള്ളതുകൊണ്ട് നമുക്ക് അമ്മേനെ ഇട്ടേച്ചെങ്ങും പോകാൻ പറ്റത്തില്ലല്ലോ. അല്ലെ അമ്മേനെ ഞാൻ കൂടെ കൊണ്ടുപോകണം. ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോകുമ്പോൾ അമ്മേനെ എനിക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? അതുകൊണ്ടാണ് പശുവിനോട് നിർത്തിയേക്കണം. പിള്ളേർ കിടന്ന് ബഹളമാണ്. പിള്ളേരെന്ന് പറഞ്ഞാൽ വിവീനായ്ക്ക് ഇഷ്ടമില്ല. പശുവിനെ വിറ്റേക്കാൻ പറഞ്ഞ് ബഹളമാണ്. പക്ഷേ ഞാൻ വിവീനയുടെയൊക്കെ പഠിത്തമൊക്കെ കഴിയണവരെ ഒന്ന് നിർത്തിയേക്കാന്ന് വിചാരിച്ച. അതെന്നാന്ന് ചോദിച്ചാൽ ഇവിടെ ഇപ്പം ഏതെങ്കിലും ആളിവിടെ ഇരിക്കുകയാണ്. പിന്നെ ഒരു ബോറിങ് ഇല്ലല്ലോ. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും തന്നെ ഇരിക്കും, വേറെ പരിപാടി ഒന്നുമില്ലായിരിക്കുമ്പോൾ ഒരു ബോറിങ്ങോ. അപ്പം പിന്നെ പശുവും കൂടെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി ഓടി നടക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഇപ്പം എന്നാന്ന് ചോദിച്ചാൽ ഇപ്പോൾ ചാനലുള്ളതുകൊണ്ട് അതൊരു സന്തോഷമാണ്. കാരണം അതിനകത്ത് കമൻറ്റുകളൊക്കെ വായിക്കുകയും ഈ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും ഒരു പ്രത്യേക സന്തോഷമുണ്ട്. ആൾക്കാരിത് കാണുന്നതൊക്കെ കേൾക്കുന്നൊക്കെ ഉണ്ടെന്നുള്ള വരുമ്പോഴത്തേനും ഒരു പ്രത്യേക സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേനും ഒരു ഇതുണ്ട്. അപ്പോൾ കാണുന്നവരൊക്കെ ഒരു ചില വീഡിയോകൾ അമ്മ അകത്തിരിക്കുന്ന തന്നെയുള്ളതാന്നൊക്കെ പറഞ്ഞ് കാണാതിരിക്കുന്നത് ഒഴിവാക്കണം. പറഞ്ഞതുപോലെ തന്നെ ഓരോന്നും വ്യത്യസ്തമായ വീഡിയോകൾ തന്നെയാണ്. അമ്മയുടെ വീഡിയോകൾ ഓരോന്നും വ്യത്യസ്തമാണ്. അതിനകത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. എല്ലാവരുടെയും സപ്പോർട്ടിന് പ്രത്യേകം നന്ദി പറയുകയാണ്. എല്ലാവരിലും എത്തിക്കുക ഇത്. കാരണം ഇന്നത്തെ യുവജനങ്ങളൊക്കെ ഉദ്ദേശിച്ച് നമ്മൾ ഈ ഇതിട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു. കാരണം ഇന്നത്തെ യുവാക്കളാണ് മാതാപിതാക്കളെ കൂടുതലായിട്ട് ഉപദ്രവിച്ച് കാണുന്നത്. പഴയൊരു തലമുറയിൽപ്പെട്ടവരൊന്നും അധികം അങ്ങനെ ഉപദ്രവിച്ച് കാണുന്നില്ല. കാര്യം പറഞ്ഞാൽ ഏറ്റവും പീഡകളും ത്യാഗങ്ങളും ഒക്കെ സഹിച്ചു വന്ന തലമുറയാണ് ഇപ്പോൾ ഒരു 65 വയസ്സും 45 വയസ്സിനും ഇടയിലുള്ള ആൾക്കാരൊക്കെ. ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിച്ച് വന്നവരൊക്കെയാണ് കൂടുതലും. പക്ഷേ അവരെക്കാളും കൂടുതൽ ഇപ്പോഴത്തെ ജനറേഷനാണ് ഈ കാരണന്മാരെ കൂടുതൽ ഉപദ്രവിച്ചൊക്കെ കാണുന്നതെന്ന് എനിക്ക് തോന്നണേ. പത്രത്തിലൊക്കെ വായിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു. പിന്നെ നമ്മൾ കൂടുതൽ ഈ ചാനലിൻ്റെ കാറ്റഗറി കൊടുത്തിരിക്കുന്ന യൂട്യൂബിലെ കാറ്റഗറി കൊടുത്തിരിക്കുന്ന പോലെ എഡ്യൂക്കേഷൻ കാറ്റഗറിയിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇതൊരു ആൾക്കാരെ കാണുന്നവർക്കൊരു അനുഭവമാകണം, ഒരു പഠനമാകണം എന്നുള്ള രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. പൈസ സംബന്ധമായിട്ട് ഇടാനാണെങ്കിൽ നമുക്ക് അത് എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറി കൊടുത്താൽ ഇത് അപ്പ് ചെയ്ത് കയറിപ്പോവും. പക്ഷെ നമ്മൾ അതിനകത്ത് ഇട്ടിട്ടില്ല. നമ്മൾ ആ ഒരു ഉദ്ദേശമല്ല നമുക്ക് ശരിക്കും ഉള്ളത്. നമുക്ക് പൈസ വേണം, കിട്ടുന്നത് നമ്മൾ വേണ്ട രീതിയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്.
അത് മോശമായിട്ടൊന്നും നമ്മൾ ഉപയോഗിക്കുന്നുമില്ല. പൈസ അത്യാവശ്യമാണ് കേട്ടോ, ഇല്ലാതെ ഒന്നും പറയുന്നില്ല. പൈസ അത്യാവശ്യമാണ്, പിള്ളേരുടെ പഠന ചെലവിനൊക്കെ പൈസ അത്യാവശ്യമാണ്. ഇപ്പോഴത്തെ ജനറേഷനുള്ള പിള്ളേരൊന്നും ഇത് കാണാൻ താല്പര്യപ്പെടുന്നില്ല. അത് പിന്നെ അവർക്ക് വേണ്ടത് മറ്റുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. കൂടുതൽ നമ്മുടെ ഒരു വളരെ കുറച്ച് പിള്ളേരൊക്കെ, കുഞ്ഞു പിള്ളേരൊക്കെ കാണുന്നുണ്ട്. അവർ നമ്മളെയൊക്കെ ഫോണിൽ വിളിക്കാറുണ്ട്, യുവക്കയിലൊക്കെ ഇരുന്ന് കാണുന്ന അവർ ഇടയ്ക്ക് ഫോൺ വിളിക്കാറുണ്ട്, അമ്മച്ചിയെ കാണണമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉണ്ട്, അത് വളരെ സന്തോഷമാണ്. ഒരു 5% ഉള്ള ആൾക്കാർ, കുട്ടികളൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, അതിന് വലിയൊരു കാര്യം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഇല്ലാതെ കാരണന്മാരുമായിട്ടെല്ലാം എങ്ങനെ ഇടപെടണം എന്നൊക്കെയുള്ള ഒരു അവയർനെസ് ആണ് ഇതെന്ന് വിചാരിക്കുക. കാരണം എല്ലാവർക്കും ഇത് സാധ്യമല്ല. കാരണം മക്കളെ അമ്മമാരുമൊക്കെ അകലത്തിൽ താമസിക്കുന്നവർക്കൊന്നും സാധ്യമല്ല. അപ്പോൾ അടുത്തുള്ളവർക്കൊക്കെ ഇത് പറ്റുള്ളൂ. പിന്നെ കാണുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളുടെ സപ്പോർട്ടുകൾ ഇനിയും ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പുല്ലുവെട്ടാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കാനുണ്ട്, അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കാനുണ്ട്, ഞങ്ങൾക്കും കഞ്ഞി കുടിക്കാനുണ്ട്. അപ്പം ഇത് ബോറിംഗ് ആയിട്ട് ആർക്കും തോന്നരുത് എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഓമലക്കരയിൽ ഒരു ഇമ്പോർട്ടൻ്റ് സ്ഥലമാണ് ഇപ്പം ഞങ്ങൾ പോകുന്ന ഭാഗം കേട്ടോ. ഈ വഴിയൊക്കെ മോശമാണ്, പഞ്ചായത്ത് മെമ്പർമാരൊന്നും മെനക്കെടുന്നില്ലെന്ന് തോന്നുന്നു, വഴിയൊന്നും ടാർ ചെയ്യുന്ന ലക്ഷണമൊന്നുമില്ലെന്ന്. ഇത് ഇവിടെ മണിഞ്ചിറക്കുളം എന്ന് പറഞ്ഞൊരു കുളമുണ്ട്. ഈ കുളത്തിൻ്റെ കരയിലുള്ള പാടത്താണ് ഈ പുല്ല് വെട്ടാനായിട്ട് ഞങ്ങൾ പോകുന്നത്. ഈ മണിഞ്ചിറക്കുളം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഇവിടെ ആൾക്കാർ കുളിയും അലക്കും പരിപാടിയും ചെറിയൊരു ജലസ്രോതസ്സായിരുന്നു. ഇവിടുത്തെ കൃഷികൾക്കൊക്കെ വെള്ളമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്രോതസ്സായിരുന്നു. പിന്നെ കൃഷിയൊക്കെ ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈ പാടത്തെല്ലാം വിതച്ചുകൊണ്ടിരുന്ന പാടങ്ങളാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ പുല്ല് വെട്ടുന്ന പാടമൊക്കെ ഒരു കാലത്തൊട്ട് വിതച്ചുകൊണ്ടിരുന്നതാണ്. ഞങ്ങളൊക്കെ ഇതിൽ ചെറുപ്പത്തിൽ ഓടിപ്പാഞ്ഞ് നടന്ന് കുളിച്ച് കളിച്ച് നടന്ന സ്ഥലങ്ങളാണിതൊക്കെ. ഇതൊക്കെ കൊക്കോയൊക്കെയാണ്. ഇപ്പം ജാതിയും കൊക്കോയൊക്കെയാണ്. ഇതിൻ്റെ ഒരു കൈത്തോടാണിത്. ഇതാണ് നമ്മുടെ മണിഞ്ചിറക്കുളം എന്ന് പറഞ്ഞത്. ഇതാണ് ഇത് മുഴുവൻ പായലൊക്കെ മൂടി കിടന്നാണ്. ഇവിടെയുള്ള പിള്ളേർ സെറ്റ് എല്ലാം കൂടെ കൂടി ക്ലീൻ ചെയ്ത് ഡെവലപ്പാക്കി എടുത്തിട്ടിരിക്കണം. ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല നീന്തലക്കുളമോ എന്നതൊക്കെ ആക്കി മാറ്റാം, പിള്ളേർക്കൊക്കെ പഠിക്കാനുള്ള സൗകര്യത്തിനൊക്കെ. ഇതിപ്പോൾ മീനുണ്ട്. ഇത് പ്രത്യേകിച്ച് ഇപ്പോൾ പരിപാടിയൊന്നും ചെയ്യാതെ ഇങ്ങനെ കിടക്കുവാണ് സാധനം. ഇവിടെയൊക്കെ വന്ന് ഞങ്ങൾ കുളിച്ചും കളിച്ചും ഒക്കെ നടന്നിട്ടുള്ളതാണ് ഈ ഭാഗത്ത്. പണ്ട് ഞങ്ങളുടെ ട്രാൻസ്ഫോമർ ഇരുന്ന് ഇവിടെയായിരുന്നു. ഞങ്ങൾക്ക് കറണ്ട് കിട്ടിക്കൊണ്ടിരുന്ന ഇവിടെ ഈ ട്രാൻസ്ഫോമറായിരുന്നു. പണ്ട് ഫീസൊക്കെ പോയി കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് നമ്മൾ കറണ്ടൊക്കെ കിട്ടുന്ന ആദ്യ കാലഘട്ടത്തിലൊക്കെ ഇവിടെ വന്നായിരുന്നു നന്നാക്കാനായിട്ട്. ഇപ്പോൾ അതൊക്കെ നന്നായിട്ട് ഡെവലപ്പായി, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി നമുക്ക് പുല്ലുവിട്ട് കാണാം. ഈ പാടമൊക്കെ ഒരു കാലത്ത് മുഴുവൻ വിതച്ചുകൊണ്ടിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ. അന്ന് ഇതിലെ വഴിയൊന്നും ഇത്ര ഇതായിട്ടില്ല ഇങ്ങോട്ട്. ഇതാണ് നമ്മുടെ എല്ലാം വിതച്ചുകൊണ്ടിരുന്ന ഭാഗങ്ങൾ. അത് ഇപ്പോൾ വാഴയൊക്കെയുണ്ട്, ഇടയ്ക്ക് വാഴയും കൃഷികളും ഉണ്ടായിരുന്നു. പാടം പൂത്തകാലം മഴയൊക്കെ കുറച്ചുണ്ട്. ഇത് കുളം, ചെറിയ കുളം അതിനകത്തുള്ള. അത് തന്നെ കപ്പയൊക്കെ നട്ട്. കപ്പയ്ക്ക് വലിയ കുഴപ്പമില്ല, കേട് കാണുന്നില്ല. ഒരു പാരട്ടോണ്ട് പോകണ്ടായിരുന്നു. കാല് ലെവലിലല്ല നടക്കുന്നത്. കവുങ്ങ് ഒക്കെ വെച്ചിരിക്കുകയാണ് മൊത്തം. ചെറിയ കവുങ്ങ് പൂത്ത് നിൽക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ പോതയെന്ന് പറഞ്ഞ പുല്ല് ഇവിടുത്തെ. നേരത്തെ ആദ്യം മുതൽ നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം പോത എന്നാന്നുള്ളത്. ഇത് നമ്മൾ നട്ട് വളർത്തുന്ന പുല്ലാണ്. ഇതിൻ്റെ വിത്തൊക്കെ തണ്ടൊക്കെ ഓൺലൈനിലൊക്കെ വിൽക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ തണ്ടൊക്കെ ഇത് ഒത്തിരി മൂത്ത് പോയാൽ അധികം കൊള്ളത്തില്ല. പക്ഷേ ഞങ്ങളുടെ പശുവിന്, കുഞ്ഞിപ്പശുവിന് മൂത്താണ് കൂടുതൽ നല്ലത്, അവർക്കിഷ്ടം. ഈ പനച്ചേന്ന് പറഞ്ഞ സാധനം, ഇത് പനച്ചേന്നല്ലേ പറഞ്ഞേ? പനച്ചോന്ന് പറഞ്ഞിട്ട് മഞ്ഞ കോളാമ്പിപ്പ് പോലെ പൂവുണ്ടാകുന്നതാണ്. ഇതിൻ്റെ കായൊക്കെ ഞങ്ങൾ പറിച്ച് പണ്ട് തിന്നുമായിരുന്നു. ഈ സാധനത്തിൻ്റെ വലിയ പടർന്നു. ഇതിന് മുള്ളുണ്ട്. ഈ മുള്ള് കൊണ്ടാൽ ഭയങ്കര നീറ്റില. ഇതിൻ്റെ തണ്ടേ മുള്ളുണ്ട്. പനച്ചേന്നാണ് ഇതിന് പറയുന്നത്. ഇത് വെള്ളത്തിൻ്റെ ഭാഗത്താണ് ഇത് കൂടുതൽ കാണുന്നത്. വെള്ളമുള്ളിടത്താണ് ഇത് കൂടുതൽ കാണുന്നത്. ഇത് നിൽക്കുന്ന ഇത് ഉറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നീറ്റിലായിരിക്കും. നീറി പോയി അവിടെ നമ്മളവിടെ വിട്ട് തുടങ്ങി. ഞാനിങ്ങനെ ഇത് മൂത്താണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് വെട്ടിയെടുക്കാമെന്ന് പറഞ്ഞത് താഴത്തെ വെട്ടിക്കളഞ്ഞിട്ട്. ഇതൊന്ന് കഴിഞ്ഞ ദിവസം നിന്ന് ഞങ്ങൾ വെട്ടിക്കൊണ്ട് പോയതിൻ്റെ കുറ്റിയിലാണ്ട് വെട്ടിക്കളഞ്ഞിട്ടിരിക്കുന്നത്.
അതധികം മൂക്കാത്ത തണ്ടാണ്. ഇത് മൂത്ത തണ്ടാണ് ഞാൻ വെട്ടാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ ഇവിടെ ചൂണ്ടപ്പനക്കൂട്ടം നിൽക്കുന്നുണ്ട്. ചൂണ്ടപ്പന, പനങ്കള്ളി ചെത്തിയെടുക്കുന്ന ചൂണ്ടപ്പന. ഞങ്ങളുടെ നാട്ടിൽ പനങ്കള്ളി ചെത്തിയെടുക്കുന്ന ഇതിൽ നിന്നാണ്. ഇതിൻ്റെ കൊല കണ്ട കിടപ്പുണ്ട്. ഇപ്പോൾ അവിടെ ചെത്തുകാരൊന്നുമില്ല. പണ്ടൊക്കെ ചെത്തുകാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ആ കൊല കെട്ടി, നല്ല പണിയാണ്. കൊല ഒരുക്കുക എന്ന് പറയും. കൊല ഒരുക്കി ചെത്തുന്നത്. പനങ്കള്ളിന് ഭയങ്കര മധുരമാണ്. ഇപ്പോഴും ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട്, ഞങ്ങളുടെ ഈ ഭാഗങ്ങളിലൊന്നും ഇപ്പോൾ ഇല്ല. ചൂണ്ടപ്പന ഇതൊക്കെ പണ്ടത്തെ കാലത്താണ് ഇതൊക്കെ ഭയങ്കര പൈസയായിരുന്നു ഇതൊക്കെ. വെയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വെട്ടാൻ പോവാണ്. ഓക്കെ, അപ്പം നമ്മുടെ മയിൽവാഹത്തിൻ്റെ മുകളിൽ നമ്മൾ പോതെല്ലാം അങ്ങ് കയറ്റി. കാലുമില്ലാത്തതുകൊണ്ട് കുറച്ചേ ചെത്തിയുള്ളൂ. കുറച്ചും കൂടെ ചെത്താനുണ്ടായിരുന്നു. ഭയങ്കര വെയിലുമായി ഇപ്പോൾ. ഒടുക്കത്തെ വെയിൽ, മഴക്കാറും എല്ലാം കൂടെ ഉണ്ട്. അതുകൊണ്ട് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നു. ഇവിടെ എല്ലാം വിതച്ചുകൊണ്ടിരുന്ന പാടങ്ങളായിരുന്നു കേട്ടോ. ഇത് കരഭൂമിയാണ് ഈ കാണുന്നത്. അപ്പുറം താഴോട്ടുള്ളതെല്ലാം വിതച്ചുകൊണ്ടിരുന്ന പാടങ്ങളാണ്. നമ്മുടെ വാണിയങ്കാവ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വരെയുണ്ട് ഇത് പാടം. അത് താഴെ പോയതാണ്. അത് അങ്ങനെയാണോ താഴെ പോയത്? ചുമ്മാ ചുമ്മാ താഴെ പോയത്. ഇതെല്ലാം കട്ടറെല്ലാം വലിച്ചെല്ലാം താഴെ ഇട്ടല്ലേ? വലിച്ച് എപ്പോഴും കട്ടൻ വലിച്ച് മാറ്റിയിട്ടതാണ്. ഇതെന്നും ഇത് തന്നെ ഇവിടുത്തെ സ്ഥിരം പണിയാ. എന്നിട്ട് ടീപ്പോയുടെ ഗ്ലാസ് എല്ലാം പൊട്ടിക്കും. ഇതാണ് അമ്മയുടെ പണി. അത് വലിച്ചുമില്ല, പറിച്ചുമില്ല, ഒന്നുമില്ല. വിവാൻ അടുത്ത് കാണും. വിവാനല്ലേ വിട്ടു പോയതാ. വിവാനേ, എടാ നീ കെട്ടി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതോടെ എല്ലാം വലിച്ചിട്ടറാ വിവാനേ. അമ്മ അഴിച്ചിട്ട് കേട്ട് കാണും. അപ്പം ഞങ്ങൾ പുലി എത്തിയിട്ട് വന്നപ്പോഴത്തെ കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. വിവാനെ ഏൽപ്പിച്ചിട്ട് പോയതാ. അത് വിട്ടു പോകുന്നേ. അതെ, ചുമ്മാ പിടിച്ച് വലിച്ച പൊരിയല്ലേ? അങ്ങനെ പോയതാ. അല്ല, തലയിലും പിഴിയല്ലായിരുന്നോ? അല്ലാതെ ഒന്നും കാണിച്ചല്ല. ചുമ്മാ ഇങ്ങ് പോന്നല്ലേ? തന്നെ ഇങ്ങ് പോരുമോ? കൈയും കാലും ഉണ്ടോ ഇന്ന് നടക്കാൻ? തന്നെ പോരാ, അതിന് കൈയും കാലൊന്നും ഇല്ലല്ലോ. അല്ല, കൈയും കാലും വേണല്ലോ. ഇതെല്ലാം ഇങ്ങനെയാണ്. എത്ര നാളായ എല്ലാം വിട്ട് അയഞ്ഞ് കിടക്കില്ല. അത് അയഞ്ഞിട്ടൊന്നുമല്ല. സ്ക്രൂ വെച്ച് മുറുക്കി വെച്ചിരിക്കുന്ന സ്ക്രൂ വെച്ചേ. ഒന്നും തേക്കൊന്നുമില്ല, വെട്ടൊന്നുമില്ല, ഒന്നുമില്ല. സ്ക്രൂ വെച്ച് മുറുക്കി വെച്ചിരിക്കുന്ന. അല്ലാതെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതാവട്ടൊന്നും പോയില്ല. ഇത് തല വീഴാഞ്ഞ ഗുരുത്തം എല്ലാം പോയി അല്ലേ? പൈപ്പ് തല വീണ തല പൊട്ടിയല്ലേ? പൈപ്പ് തല വീണ തല പൊട്ടിയല്ലായിരുന്നോ? തല വീണ തല പൊട്ടിയല്ലായിരുന്നോ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞാൽ അത് മനസ്സിൽ നിൽക്കുകയല്ലോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞാൽ മനസ്സിൽ നിന്നെങ്കിലല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. നല്ല വിഷമായി പോയാ പറഞ്ഞത്. നീ എങ്ങനെ ശരിയാക്കണേ? ആ കർട്ടൻ ഫാനോടെ കിടന്ന് ഇറക്കുന്നുണ്ടല്ലോ. ഞാരാ ശരിയാക്കണേ കർട്ടൻ? ഞാരാ ശരിയാക്കണേ? വിവാനെ വിളിച്ച് ശരിയാക്ക്. വിവാനെ വിളിച്ച് ശരിയാക്കാനേ. കർട്ടൻ വിവാനോട് പറ, റെഡിയാക്കാൻ പറ. വിവാനോട് ഇത് റെഡിയാക്കാൻ പറയാനേ. അത് ശരിയാക്കാൻ പറയാൻ വിവാനോട്. ഇത് ശരിയാക്കാനേ. അവനോട് ഒന്ന് പറ. അവൻ എന്ത് ചെയ്യും? അവനവിടെ പോയി. അവിടെ വരുന്നുണ്ട്. അവനോട് ശരിയാക്കാൻ പറ. കെട്ടോടുകൂടിയാണോ? അതങ്ങനെ കിടന്നിട്ടാ. പോയി നന്നായി. ഇനി ഒരു കുഴപ്പമില്ല. അത് മൊത്തം അവിടെ കണ്ടാകും മറിച്ചാൽ മതി. മൊത്തം കടിച്ചു മറിച്ചാൽ മതി അല്ലേ? ഇനി പോയല്ലേ? വേറെ ഒന്നും ചെയ്യാൻ. വേറെ ഒന്നാ ചെയ്താൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കൊള്ളിയല്ല. ഗുളിയല, പ്രയോജനത്തെ ഗുളിയല. തന്നെ കണ്ടപ്പോ എന്നാ കട്ടണം ഇടണ്ടെന്ന് വെച്ചാലോ? കട്ടണം എടുത്ത് മാറ്റിയാലോ? അതങ്ങ് എടുത്ത് മാറ്റി വെച്ചാലോ? കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴൊക്കെ ഇവിടെ വേണ്ടി വരും. അതിനത്തിന് അല്ലെങ്കിൽ വെട്ടം കിട്ടിയല്ല തിന്നക്കൊക്കെ. അല്ല, അത് ഇടുമ്പോഴല്ലേ വെട്ടം ഇല്ലാത്തത്. ഈ അത് വലിച്ചിട്.
അത് വലിച്ചിടുമ്പോഴേ വെട്ടം ഇല്ലാതെ ആകുമല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ വെട്ടം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കട്ടറില്ലാത്തപ്പോൾ കണ്ടില്ല, ഇഷ്ടം പോലെ വെട്ടം, നല്ല വെട്ടമല്ലേ. ഇപ്പം വലിയ പണിയൊന്നും പണിയാണ്. അമ്മേനെ തോപ്പിക്കാൻ ആരും വിചാരിക്കണ്ട. അമ്മ തോക്കിയല്ല. എനിക്ക് ഇപ്പൊ തന്നല്ല, അമ്മ വന്ന കാലം പോലെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അമ്മ തോറ്റ് തരികയല്ല, നമ്മള് തോറ്റോ. അങ്ങനെ തോക്കാനൊന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞു. നമ്മള്. എന്നാ പറയണത്? അമ്മ തോക്കിയല്ല. നമ്മള് കട്ടറും വലിച്ചിട്ട കാര്യമല്ലേ പറഞ്ഞത്. ശിവാനോട് ശരിയാക്കാൻ പറ. ആരാണ്ട് വരികയായിരുന്നു. ശിവാനോടെ ഞാൻ ഇത് ഓണാക്കാൻ പോവാ. അതൊന്നും ഇരിക്കുകയല്ല. അവിടെ വിട്ട് പോരുവാ. അത് വലിച്ചു പറിച്ചിട്ടാ വിട്ടു പോനെ. വേറെ വേണം മാനം. തലയിലെങ്ങാൻ വീണേക്കല്ലേ. അതെ വീഴക്കല്ല്, വീണാക്കല്ല്. കൊച്ചിനെ ഉപദേശിക്കുക. അതിൻ്റെ ആ സ്ക്രൂ ഒന്ന് മുറുക്കി വെച്ചതാ. എന്നിട്ട് അതേ ആ സ്ക്രൂ സ്ക്രൂ ഡ്രൈവർ എടുത്ത് മുറുക്കി വെച്ചേ. ഏതാ ഇല്ലേ? പിന്നെ വലിക്കുമ്പോൾ ഊർന്ന് പോനെ. അല്ല വലിക്കുമ്പോൾ പിന്നെ ഊർന്ന് പോനെ. താഴോട്ട് പോനെ എങ്ങനെയാന്ന് ചോദിച്ചു. അനക്കത്തില്ലെങ്കിൽ കർട്ടൻ ഇതിങ്ങനെ വലിക്കുമ്പോൾ ഊരുന്നുണ്ടെന്ന് തോന്നുന്നു. ഏത് മാറ്റിയ? അപ്പം പുലി വെട്ടിക്കൊണ്ട് വന്നിട്ട് ഇച്ചിരി നാരങ്ങ വെള്ളം കുടിക്കുവാണ്. പുളിയോ? ഇനി പുളിയൊന്നുമില്ല, ചുമ്മാ പറഞ്ഞ. പുളിയല്ല വേണ്ട, അമ്മയ്ക്ക് പുളിയല്ലേ ഇഷ്ടം. പുളി മധുരമല്ലേ ഇഷ്ടം. അതിനത് ഏതാണ്ട് ഒഴിച്ചിട്ടുണ്ട്. നാരങ്ങ വെള്ളമല്ലേ? ലൈം ജ്യൂസ്, നാരങ്ങ ജ്യൂസ്, നാരങ്ങ വെള്ളം. നാരങ്ങായോ? ആ ഇതൊക്കെ അച്ചാറാണ്. മുഴുവത്തോടെ ഇട്ടിരുന്ന അച്ചാറാ? ആ അച്ചാറിട്ടാ ആരാ അച്ചാറ് കൂട്ടുന്നേ? വീട്ടിലുള്ളൂ. വീട്ടിലുള്ളത് ഇവിടെ ആരും അച്ചാറ് കൂട്ടിയല്ലോ. ഇതിങ്ങനെ പ്രത്യേകിച്ച് പാത്രം കൊട്ടി വെക്കും. എൻ്റെ വീട് കടന്നു വസ്ത്രം കൊണ്ടുപോകണം. ആര്? കണ്ടില്ലേ വണ്ടി പോയി? വണ്ടിയല്ലേ, ഞാൻ വണ്ടി കണ്ടില്ല. അതൊക്കെ വസ്ത്രം തയ്ക്കാനുള്ളത് കൊണ്ടുപോയി വെക്കാൻ കൊണ്ടുപോവാം. കടവഴിയാ? വലിയ ഭയങ്കരമായ ഒരു വണ്ടി. എല്ലാ കൂട്ടത്തിനും സമയം കിട്ടും. ആരാ തയ്ക്കണ? നല്ല പൊടി കഴിക്കാം. പുളിയാ? ഇപ്പം പൊടി കുടിക്കുന്ന നല്ലതാ. അപ്പം നമ്മുടെ പുല്ലുവണ്ടി ഇതാണ്. കയറിയ പാടെ അമ്മ കട്ടൻ വലിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് അകത്തോട്ട് കയറിപ്പോയതുകൊണ്ടാണ്. പുല്ലുവണ്ടി എങ്ങനെ നിൽക്കണം. ഇനി വിവാൻ അത് വലിച്ച് താഴെ ഇടണം. എൻ്റെ കാലും വരാത്തതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല. ഞാൻ പോയി ഇവിടെ തേണ്ട ഇവിടെയാടാ, ഇപ്പുറത്താടാ. ഇനിയായിട്ട് പുറകെ വശത്ത് എവിടെ നിന്ന് അയച്ചാലും കുഴപ്പമില്ല. അത് എല്ലാം ഊർത്താമ്പൽ കേട്ടാ, ഊർത്തിയെടുക്കാവുന്ന. ഏതയച്ചാലും കുഴപ്പമില്ല, എല്ലായിടത്തും ഊർത്താമ്പല. ഒരു സ്ഥലത്ത് നയിച്ചിട്ടാൽ മതി. നാരങ്ങാളം കുടിച്ചോണ്ട് വിശപ്പ് മാറിയിട്ടുണ്ട്. ഇച്ചിരി കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി. മങ്ങാത്തൊലിയൊക്കെ മാറ്റി വെച്ചു കന്നുകാലിക്ക് പുറത്തൊക്കെ തിന്നോട്ടെ. മാങ്ങാത്തൊലിയോ? മാങ്ങാത്തൊലിയോ? മാങ്ങാത്തൊലിയൊന്നും പശുവിന് കൊടുക്കാൻ കൊള്ളില്ല. പശുവൊന്നും തിന്നിയ അതിൽ ഇതുകൂട്ടില്ലാത്തോണ്ട്. ഏത് കൂട്ടാണേ? ഏത് കൂട്ടാ? ഏത് കൂട്ടാന്ന്? ഇത് കൂട്ടെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ല. ഏത് കൂട്ടാന്ന് പറഞ്ഞേ? കഴിയുമ്പോ ഇതിന്റെ തൊണ്ടാവും. തൊണ്ട് കൊടുക്കാൻ മനസ്സിലാക്കി തന്നോണ്ടേ. ഇതുപോലെ വലിയതുണ്ട്. മാങ്ങായ? ഇത് കുഞ്ഞാ. കുഞ്ഞാണ് നമ്മുടെ മാങ്ങായ. ഇത് ചരയ്ക്കാൻ ചിരയ്ക്കാൻ പഴുത്ത മാങ്ങ തീർന്നു. മാങ്ങയെല്ലാം തീർന്നു. ഇതിനകത്ത് പഴം. ചക്കപ്പഴം പഴം മേടിച്ചോണ്ടോ? കേട്ടോ, ഞാൻ ചന്തയിൽ പോയില്ലായിരുന്നോ? പച്ചക്കറി മേടിക്കാൻ പോയില്ലായിരുന്നോ കുറച്ചു മുന്നേ? പച്ചക്കറി മേടിക്കാൻ പോയായിരുന്നു. അന്നപ്പം കൊണ്ടുവന്നതാ, മേടിച്ചതാ. അത് കുറുപ്പന്തറയല്ലേ? കുറുപ്പന്തറയിലാ.
അത് ഓർമ്മയുണ്ടല്ലോ. പിന്നെ കൊക്കെ വലിക്കാനായിരിക്കൂടാ. സൈഡിൽ നിന്ന് തള്ളി വലിക്ക്. ഇത് കണ്ടില്ലേ? അവിടെ എന്നാന്ന് അതിനാ ബോധം കണ്ടിച്ചിട്ട് ആ പോതാ ചെത്തിക്കൊണ്ട് വന്നല്ലേ. ഇത് എവിടെ കണ്ടിച്ചാണല്ലോ. അത് ഇവിടുത്തെ കണ്ടിയതല്ല, വേറെ കണ്ടിച്ചോണ്ട് വന്നാ. പുറത്തെ പറമ്പിൽ നിന്ന് കണ്ടിച്ചോണ്ട് വന്നാ. നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് പറമ്പിലാവും പാട്ടത്തിനെടുത്ത് ചെയ്യുന്ന. ആ കിടന്നു പോയതായിരിക്കും. പെടന്ന് പോയതൊന്നുമില്ല, നേരെ നിന്നാ. കണ്ടിച്ചിട്ട് ഞങ്ങൾ ചെത്തിക്കൊണ്ട് വന്നല്ലേ. നമ്മുടെ പശുവിന് തീറ്റ കൊടുക്കണ്ടേ, അതിന് വേണ്ടി ചെത്തിക്കൊണ്ട് വന്നാ. എന്തെങ്കിലും വേണ്ട, ഇത് കണ്ടില്ലേക്കാ. അമ്മയുടെ പശുവിന് തീറ്റ കൊടുക്കണ്ടേ, ഇവിടെ പശുവിന് തീറ്റ കൊടുക്കണ്ടേ നീ? ആ പുല്ല് കൊടുക്കും. ആ അതിനു വേണ്ടിയാ ചെത്തിക്കൊണ്ട് വന്നാ. അത് വാടിപ്പോകാതെ വെയിൽ കൊള്ളാതെ അങ്ങോട്ട് മാറ്റി. ആ അത് മാറ്റിയിടണം, വിവാനെ കൂട്ടി കാട്ടിയിടണം. കന്നുകാലിക്കൊണ്ട് പറയാം. ആ കന്നാലിക്കൂട്ടി അങ്ങോട്ട് മാറ്റിയിടണം. പഴുത്ത പൂപ്പം ഇതുണ്ടോ, കാലിരിക്കുന്നുണ്ടോ? ഇതാണ് കാലിലെ പരിക്ക്. അതെന്നാ പറ്റുക? കാലിലെ വണ്ടി മുന്നാണ്. വണ്ടി ഇതുണ്ട്, ഇവിടെ 2 സ്ഥലത്തും പരിക്കുണ്ട്. ഇതാണ് ഇച്ചിരി മാരകം. എവിടെ മുട്ടിയതാ? വണ്ടിയിൽ നിന്ന് വീണാന്നേ, സ്കൂട്ടറിൽ നിന്ന്, ബൈക്കിൽ നിന്ന് വീണാ. കന്നുകാലി ബൈക്കിൽ നിന്ന് വീണാന്ന്. മരിക്കാന്നോ? ആ സോ ആ ചതഞ്ഞില്ലേ? ആ അവിടെ തൊലിയിലും പോയി. അയ്യോ, അതിന് ഡോക്ടറെ കാണിച്ച് ഞാൻ ഇച്ചിരി മരുന്ന് ചെയ്യണ്ടായിരുന്നു. ഡോക്ടറൊന്നും കാണണ്ട, മരുന്ന് വെച്ച് കിട്ടിയാൽ മതി. അത് വെച്ചോണ്ടിരുന്ന അതും ഇതൊക്കെ വെച്ചിരുന്ന പിന്നെ കൊടുവിലായി വരുമ്പം എല്ലാം കുഴഞ്ഞു പോകും. ഏയ് അതിന് മാത്രമുള്ള കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ഇടയ്ക്കുള്ളതല്ലേ. അധ്വാനം കൂടിക്കഴിയുമ്പോഴാണ് അറിയണേ എൻ്റെ. ആ അത് ശരിയാ, എന്നൊക്കെ വീഴ്ചയുടെയൊക്കെ അറിയണം അധ്വാനം കൂടുമ്പോഴാണ്. കൂടി നടന്നുള്ള പണിക്ക് ആലപ്പുഴ പ്രശ്നം ഉണ്ടാകുന്നത്. അത് ശരിയാ. അതായത് അതിപ്പോൾ ഞാൻ ആ പുലിവട്ടം പോയിട്ട് കൊണ്ടുവന്ന് പോയ ഡ്രസ്സ് എടുത്ത് ഇങ്ങോട്ട് ഇട്ടതല്ലേ. കിടക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞോ? ആ പോയി കിടന്നോ. വീട്ടിൽ പോകണ്ടിയാണ്. ആ എന്തോ ഇല്ല എന്തോ ഇല്ല. ഉം. ഇപ്പോൾ നമുക്ക് ഞാൻ കണ്ടോ ഇല്ല. കണ്ടത് ഞാൻ എങ്ങനെയെങ്കിലും പോകട്ടെ. ആരെ കണ്ടെങ്കിൽ ആരെ കണ്ടെങ്കിലാ? അവിടെ ആരും ഇല്ലാഞ്ഞുണ്ടോ? അന്തോ ഇല്ല ബന്ധോ ഇല്ലാതെ ഇവിടെ ഉള്ളവർ നടക്കുക അല്ലേ? ഏഹ് അന്തോ ഇല്ല ബന്ധം ഇല്ലാതെ ഇവിടെ ഉള്ളവരൊക്കെ നടക്കുക അല്ലേ? ഞാൻ കിടക്കാൻ പോവാ. അമ്മ കഞ്ഞി കുടിക്കട്ടെ? വേണ്ട, വെള്ളം കുടിച്ചു കഴിയുമ്പോ കഴിക്കാം കേട്ടോ. ഇന്ന് കഞ്ഞി വേണ്ട. ആര് പറഞ്ഞു? ഇല്ല, ഇന്ന് കുടിച്ചാൽ ശകലം ഉറങ്ങിയല്ല. ആ നമ്മുടെ തോന്നല. അമ്മ ഇങ്ങനെ ഓരോ ഡയലോഗൊക്കെ പറയുന്നതാണ്. അത്ര സമയമായില്ലേ? എന്നാ സമയമായി? 1 മണിയായുള്ളൂ. വേണ്ട, ഞാനിപ്പോ എടുക്കുക, ഞങ്ങൾ കഴിക്കുക. അപ്പൊ അമ്മയും കൂടെ കഴിക്കും. നിങ്ങളത് കൊടുത്തു എനിക്ക് വേണ്ട. അതൊക്കെ അങ്ങനെ പറയണേ, എനിക്കറിയാവുന്നതല്ലേ. പതിവില്ലാത്തൊരു സമയത്തൊക്കെ ഭക്ഷണം കഴിച്ചാൽ കിടക്കാൻ പറ്റില്ല. പതിവില്ലാത്ത സമയമൊന്നുമില്ല, ഇപ്പോഴല്ലേ ഉച്ചയ്ക്കല്ലേ കഴിക്കുന്നത്. ഏഹ് ഉച്ചയ്ക്ക് 12:30 1 മണിക്കല്ലേ കഴിക്കുന്നേ. അതിപ്പോൾ ഒരു സമയമുണ്ട്, ആ സമയത്ത് കഴിക്കണതല്ലേ. ഇത് തോന്നുമ്പം കഴിക്കണതല്ല. എല്ലാം കൊണ്ട് അടയ്ക്കാൻ പറ്റും. അതൊക്കെ അങ്ങനെ ഇട്ടേക്കണോണ്ട് എന്തെല്ലാം കയറി വരും. ആര് കയറി വരും? ജീവികളെല്ലാം കയറി വന്ന് ഭക്ഷണത്തിനകത്ത് കയറിയിരിക്കും. പിന്നെ ജീവികൾ അവിടെ വരാൻ കിടക്കുക. എന്തോ കണ്ടോ ഇല്ലാതെ ഇട്ടാ അവിടെ ഒന്നും ഒരു ജീവിയും വരാനില്ല. എന്നാ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചാ കളഞ്ഞെടുത്ത്? കഴിഞ്ഞ ദിവസം ചുട്ടിക്കൂട്ടി വെച്ചായിരുന്നല്ലോ. വീട്ടിലോട്ട് കൊണ്ടുപോകണം. വീട്ടിലോട്ട് കൊണ്ടുപോകണം. എത്ര നാളായി എൻ്റെ വെട്ടി വീട്ടിൽ ഇവിടെ വന്നിട്ട്? ആ പെട്ടി ഇവിടെ വന്നിട്ട് എത്ര നാളായി? എത്ര വർഷമായി? അത് തന്നെ, പെട്ടി വന്നിട്ട് എത്ര വർഷമായി അല്ലേ? എലിക്കുട്ടി വന്ന കൂടെ വന്നതല്ലേ പെട്ടി? കൊണ്ടുപോയിട്ടോ? എലിക്കുട്ടി വന്ന കൂടെ വന്നതല്ലേ പെട്ടി? ആ ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ മുതലില്ലേ. ആ അതെ, ഇനിയിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുപോകാനാ? നീ എങ്ങും കൊണ്ടുപോകാനില്ല. അന്ന് മുതലല്ലേ? ഇപ്പം എത്ര വർഷമായി? ആ എത്ര വർഷമായി? 10-62 വർഷമായില്ലേ? എത്ര? 10-62 വർഷം കഴിഞ്ഞില്ലേ? 30? 62 വർഷം കഴിഞ്ഞില്ലേ? എന്നാ 62 വർഷം മുകളിലായില്ലേ? വർഷം അത്രയൊന്നും ആയിട്ടില്ല. പിന്നെ എത്രയായി? പിന്നെ എത്ര വർഷമായി? കൂടിപ്പോയാലും 15 വർഷം. 15 വർഷമായല്ലോ? അതിൽ കൂടുതലില്ല. ആണോ? പിന്നെ 15 വർഷമായല്ലോ? ചെറുപ്പമല്ലായിരുന്നു. ആ എത്ര വയസ്സുണ്ടായിരുന്നു? എത്ര വയസ്സുണ്ടായിരുന്നു? 10-14 അന്നേരം വന്നാണോ? 10-14 വയസ്സുള്ളപ്പോൾ കൊണ്ടുവന്നാണോ? ആ അന്നേരം ഉണ്ടാകുന്ന. അപ്പോൾ ഇപ്പം എത്ര വയസ്സായി? അന്നാലും മുതലുള്ള ഈ ജീവിത ഈ പെട്ടിയായിട്ട് അന്നേരപ്പം കൊണ്ടുവന്ന പെട്ടിയല്ലേ ഇത്? അന്നേരപ്പം കൊണ്ടുവന്ന പെട്ടിയല്ലേ?
അന്നേരപ്പം കൊണ്ടുവന്ന പെട്ടിയല്ലേ? അന്നായപ്പോ കൊണ്ടുവന്ന പെട്ടിയല്ലേ ഇത്? പെട്ടിയോ? ആ പെട്ടി ഞാൻ പെട്ടയിട്ട് കഴിഞ്ഞപ്പം പിന്നെ പെറ്റേപ്പിച്ച് കൊണ്ട് വിട്ടപ്പം പെട്ടി മേടിച്ച് അങ്ങോട്ട് കെട്ടി വീട്ടിലോട്ട് തന്നതല്ലേ. ആണോ? പെറ്റേൽപ്പിക്കുമ്പോഴാണോ പെട്ടി കൊണ്ട് തരുന്നത്? പെട്ടി അത്. ആ പെറ്റേൽപ്പിക്കുമ്പോഴാണോ പെട്ടി തരുന്നത്? പെറ്റേൽപ്പിക്കുമ്പോഴാണോ ഈ പെട്ടി തരുന്നത്? എത്ര വർഷമായി? അല്ലാതെ കെട്ടിച്ച ഉടനെ അല്ലേ? പെറ്റേൽപ്പിക്കുന്ന കൂടെയാണോ ഈ പെട്ടി തരുന്നത്? പെട്ടി പെറ്റേൽപ്പിക്കുന്ന കൂടെയാണോ ഈ പെട്ടി തരുന്നതെന്ന് ചോദിച്ചേ. ആളിനെ ഈ പെട്ടിയെ പെറ്റേൽപ്പിക്കുമ്പോഴാണോ തരുന്നത്? ഏൽപ്പിക്കുന്ന ആളിനെ അല്ലെന്ന്, പെറ്റേൽപ്പിച്ച് വരുമ്പോഴേ പെറ്റേറ്റ് വരുമ്പോഴാണോ ഈ പെട്ടി കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചേ. പെറ്റേറ്റ്. ആണോ? അല്ല കെട്ടിച്ച ഉടനെ അല്ല. അതൊക്കെ വീട്ടിലല്ലേ, വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകാണ്ടില്ല. ആ വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടും. വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടും അല്ലേ എല്ലാ കാര്യങ്ങളും. ആ അപ്പം ഈ പെട്ടി എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. വീട്ടിലൊക്കെ ആൾക്കാരില്ല, അവരൊക്കെ ഓരോ അമ്മ എല്ലാം നന്നായിട്ട് അടുക്കി പെറുക്കി വെച്ചു. വീട്ടിലാരും ഇല്ലാത്തോണ്ട് എല്ലാം അടുക്കി പെറുക്കി വെച്ചിരിക്കുക. ഒരു കാലത്ത് ഈ പെട്ടിക്കകത്ത് ഒത്തിരി സാധനങ്ങൾ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. ഒത്തിരി ഡോക്യുമെൻറ്റ്സ് സൂക്ഷിച്ച് വെച്ചിരുന്ന പെട്ടിയാണ്. ഇപ്പം നമ്മുടെ തുണിയൊക്കെ മാത്രമേ ഉള്ളൂ. അതിനകത്തൊക്കെ ഒന്നുമില്ല. പഴയ റേഷൻ കാർഡൊക്കെ കിടക്കാം. പോയോ? ആരെ? അമ്മ ഇവിടെ കുത്തി ഇരിപ്പുണ്ട്. ഇവിടെ കുത്തി ഇരിപ്പുണ്ടെന്നേ. ആരെ? ഇവിടെ ഇരിപ്പുണ്ട്. അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. കൂട്ടിക്കൊണ്ട് വന്നോ? ഇവിടെ ഇരിപ്പുണ്ടെന്ന്. വീട്ടിലുണ്ടോ? ആ വീട്ടിലോട്ട് പോയിട്ട് ഇല്ലേ? വീട്ടിലോട്ട് പോയി കാണാം. പിന്നെ ഇങ്ങോട്ടോ പോകണം. ആ ഇതല്ലേ വീട്, വേറെ എങ്ങോട്ട് പോകാനാ? ഈ വീട്ടിൽ തന്നെയുണ്ട്. വെയിലേക്ക് ഏതാണ്ട് പോകണം. ഇതില്ലേ വഴി നടക്കണം. അതാ ഒരു പശുവിനെ കറക്കാൻ പോണ. പശുവിനെ കറക്കണ്ടേ, അതിന് പോകുന്ന. ചക്ക രണ്ടുമൂന്നെണ്ണം പറിച്ച് വെച്ചത്. ചക്കയോ? വീണതാണോ പറിച്ചതാണ്? അതാ പശുവിന് കൊടുക്കാൻ പറിച്ച് വെച്ചിരിക്കുന്നത്. കൊള്ളത്തില്ലാത്ത പാത്രത്തിൽ വെള്ളം എടുക്കാൻ. ആ പശുവിന് കൊടുക്കാനാണേ. രണ്ടോ മൂന്നോ ചക്ക ഇരിപ്പുണ്ട്. ആ അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.